പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിനഗ്നി നിറച്ചിടണേ. നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിനഗ്നി നിറച്ചിടണേ. എന്നുള്ളിൽ നിറയുന്ന ദൈവിക ശക്തി ലൗകിക ശക്തിയെ തകർത്തിടുന്നു. എന്നുള്ളിൽ നിറയുന്ന ദൈവിക ശക്തി ലൗകിക ശക്തിയെ തകർത്തിടുന്നു. പാപനീതി ന്യായ ബോധ്യങ്ങൾ ഹൃത്തിൽ നിറച്ചെന്നെ അഭിഷേചിക്കൂ. പാപനീതി ന്യായ ബോധ്യങ്ങൾ ഹൃത്തിൽ നിറച്ചെന്നെ അഭിഷേചിക്കൂ. പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. വചനം പഠിക്കുവാൻ കൃപ ചൊരിയണമേ, അനുസ്മരിച്ചിടാനും വരമരുളൂ. വചനം പഠിക്കുവാൻ കൃപ ചൊരിയണമേ, അനുസ്മരിച്ചിടാനും വരമരുളൂ. ദൈവപുത്രന് സാക്ഷ്യമേകാൻ അഭിഷേക അഗ്നിയെ ജ്വലിപ്പിച്ചിടൂ. ദൈവപുത്രനു സാക്ഷ്യമേകാൻ അഭിഷേക അഗ്നിയെ ജ്വലിപ്പിച്ചിടൂ. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. അഭിഷേക അഗ്നിയുടെ എല്ലാ പ്രേക്ഷകർക്കും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം. പ്രൈസ് ദ ലോർഡ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം ഹെബ്രായ ലേഖനം 4-ാം അധ്യായം 16-ാം തിരുലിഖിതം. അതിനാൽ വേണ്ട സമയത്ത് കരുണയും കൃപാവരവും ലഭിക്കുന്നതിനായി നമുക്ക് പ്രത്യാശയോടെ കൃപാവരത്തിൻ്റെ സിംഹാസനത്തെ സമീപിക്കാം. അതിനാൽ വേണ്ട സമയത്ത് കരുണയും കൃപാവരവും ലഭിക്കുന്നതിനായി നമുക്ക് പ്രത്യാശയോടെ കൃപാവരത്തിൻ്റെ സിംഹാസനത്തെ സമീപിക്കാം. ഹെബ്രായ ലേഖനം 4-ാം അധ്യായം 16-ാം തിരുലിഖിതം. പ്രിയപ്പെട്ട ദൈവമക്കളെ, വിശുദ്ധ ലിഖിതങ്ങളിൽ ദൈവം തൻ്റെ മക്കൾക്ക് നൽകിയിട്ടുള്ള ഉന്നതമായ ഒരു വെളിപ്പെടുത്തലാണ് ദൈവത്തിൻ്റെ കരുണ ഒരിക്കലും അവസാനിക്കുന്നില്ല. ദൈവത്തിൻ്റെ സ്നേഹം ഒരിക്കലും വറ്റിപ്പോകുന്നില്ല. പ്രൈസ് ദി ലോർഡ്. അത് ഓരോ പ്രഭാതത്തിലും പുതിയതാണ്. വിലാപത്തിൻ്റെ പുസ്തകം 3-ാം അധ്യായം 22-23 തിരുലിഖിതങ്ങൾ.
കർത്താവിൻ്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല. അവിടുത്തെ കാരുണ്യം അവസാനിക്കുന്നില്ല. ഓരോ പ്രഭാതത്തിലും അത് പുതിയതാണ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതിനെക്കുറിച്ച് ഈ ദിവസം നമ്മളൊന്ന് ചിന്തിക്കാൻ പോവുകയാണ്. ഒരുപാട് വ്യക്തികൾ അവരുടെ ജീവിതങ്ങളിൽ സംഭവിച്ചിട്ടുള്ള പരാജയങ്ങളെ ഓർത്ത്, തകർച്ചകളെ ഓർത്ത്, വീഴ്ചകളെ ഓർത്ത് മനം നൊന്ത് വേദനിക്കുകയും മരിച്ചു കളയാമെന്ന് പോലും ചിന്തിക്കുകയും ചെയ്യുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരുപാട് പേര് നഷ്ട ദുഃഖത്തിൻ്റെ പിടിയിൽ അമർന്നിരിക്കുകയാണ്. പണ്ട് ഞാൻ വലിയ ഒരാളായിരുന്നു, വലിയ സ്ഥിതിയിൽ വിരാജിച്ചിരുന്ന വ്യക്തിയാണ്, ഇന്ന് എല്ലാം നശിച്ച് നാമാവശേഷമായി, ഇന്നൊന്നും ബാക്കിയില്ല. ഇങ്ങനെ വേദനിക്കുന്ന ഒരുപാട് ഹൃദയങ്ങൾ ഈ ഭൂമിയിലുണ്ട്. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു ദിവസം ഒരു കുഞ്ഞു പൈതൽ അവൻ വേദനയോടെ വന്ന് പറയുകയാണ്, ഞാൻ +2 കാലഘട്ടത്തിലേക്ക് എത്തിയപ്പോഴേക്കും എൻ്റെ കുടുംബം എല്ലാം നശിച്ച് നാമാവശേഷമായി, എല്ലാം തകർന്ന് തരിപ്പണായി. ഇന്ന് ഒരു നേരത്തെ കഞ്ഞിക്ക് പോലും വകയില്ലാത്തവരായി. പണ്ട് 10-30 പണിക്കാർ വരെ ഡെയിലി പണിയെടുത്തിരുന്ന കുടുംബമാണ് ഞങ്ങളുടെ കുടുംബം. 3-4 കാറ് ഞങ്ങൾക്ക് സ്വന്തമായി ഉണ്ടായിരുന്നതാണ്. പപ്പയായിട്ട് എല്ലാം നശിപ്പിച്ച് ഇന്നൊന്നും ബാക്കിയില്ല. പണ്ടത്തെ പ്രതാപത്തിൻ്റെ കാലം ആലോചിച്ചിട്ട് അപ്പനായിട്ട് എല്ലാം നശിപ്പിച്ചതിനെ ഓർത്ത് വേദനിക്കുന്ന ഒരു മകൻ്റെ വേദനയാണ് ആ മകൻ എന്നോട് പങ്കുവെച്ചത്. അപ്പനായിട്ടെല്ലാം നശിപ്പിച്ച്, അപ്പൻ്റെ പിടിപ്പുകേടെല്ലാം തകർത്ത്, പണ്ടത്തെ പ്രതാപകാലവും ഇന്നത്തെ നാശാവശിഷ്ടത്തിലിരുന്നുള്ള വേദനയും അവൻ അയവിറക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതൊരുപാട് പേരുടെ വേദനയാണ്. ചില വ്യക്തികൾ ഇങ്ങനെയുള്ള വേദനയെ തൻ്റെ പിടിപ്പുകേട് നിമിത്തം എല്ലാം നഷ്ടപ്പെട്ടത് നിമിത്തം ആ വേദനയുടെ നടുവിലിരുന്ന് മരിച്ചു കളയാം എന്ന് പോലും ചിന്തിക്കുകയാണ്. എല്ലാം നഷ്ടപ്പെട്ട്, പഴയ പ്രതാപം നഷ്ടപ്പെട്ട്, ഇനി എനിക്ക് ഒരിക്കലും ആ പ്രതാപം കിട്ടാൻ പോകുന്നില്ല, ഇനി എന്തിനും ജീവിച്ചിരിക്കണം, അങ്ങനെ മാനം നഷ്ടപ്പെട്ട് ജീവിക്കുന്നതിന് ബന്ധം മരിച്ചാൽ മതി എന്ന് ചിന്തിക്കുന്ന ചില ആളുകളെ കാണാനും ഇവിടെ വന്നിട്ടുണ്ട്. എന്നാൽ ഇങ്ങനെയുള്ള അവസ്ഥയിൽ എന്താണ് ദൈവത്തിൻ്റെ ഹിതം എന്ന് ബൈബിൾ പഠിപ്പിക്കുന്നുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, റോമാലേഖനത്തിൽ 5-ാം അധ്യായത്തിൽ 5-ാം വാക്യം, പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല. പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല. വിലാപത്തിൻ്റെ പുസ്തകത്തിലേക്ക് നമുക്ക് വരാം. അവിടെ പ്രതാപിയായി ഒരിക്കലും ഈ ഭൂമിയിലുള്ള ആർക്കും കീഴടക്കാൻ പറ്റുകയില്ല എന്ന വിധത്തിൽ മഹാപ്രതാപത്തോടെ നിൽക്കുന്ന ഒരു പട്ടണമുണ്ട്. ആ പട്ടണത്തിൻ്റെ പേരാണ് ജെറൂസലം. ആ ജെറൂസലേമിനെ കുറിച്ച് ആ കാലഘട്ടത്തിലുള്ള രാജാക്കന്മാരും ആ കാലഘട്ടത്തിലായിരുന്ന പ്രഭുക്കന്മാരും എല്ലാവരും ചിന്തിച്ചുകൊണ്ടിരുന്ന ചിന്ത വിലാപത്തിൻ്റെ പുസ്തകം 4-ാം അധ്യായം 12-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ശത്രുവിനോ വൈരിക്കോ ജെറൂസലേമിൻ്റെ കവാടങ്ങൾ കടക്കാനാവുമെന്ന് ഭൂമിയിലെ രാജാക്കന്മാരോ ഭൂവാസികളോ ആരും വിശ്വസിച്ചിരുന്നില്ല. അതുപോലെ ശക്തി, അതുപോലെ പ്രതാപം, അതുപോലെ മഹത്വം, അതുപോലെ ബലമുള്ള, ഒരിക്കലും ആർക്കും കീഴടക്കാൻ പറ്റില്ല എന്ന് സകല ഭൂവാസികളും ചിന്തിക്കാൻ തക്കവണ്ണമുള്ള പ്രതാപത്തോടെ ജീവിക്കുന്ന ജെറൂസലം. എന്നാൽ ആ ജെറൂസലം തകർന്ന് തരിപ്പണമായി. ആ ജെറൂസലം അഗ്നിക്കിരയായി, അങ്ങനെ ചാരവും കരിക്കട്ടയുമായി കിടക്കുന്ന, തകർന്നടിഞ്ഞു കിടക്കുന്ന ആ ജെറൂസലേമിൻ്റെ നടുവിലൂടെ പ്രവാചകൻ നടന്ന് ആ ജെറൂസലേമിൻ്റെ തകർച്ചയെ വിശദീകരിക്കുന്ന ഗ്രന്ഥമാണ് വിലാപത്തിൻ്റെ ഗ്രന്ഥം. അതിനകത്ത് ജെറൂസലേമിൻ്റെ അവസ്ഥ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇങ്ങനെയാണ്: ഒരിക്കൽ ജനനിബിഡമായിരുന്ന നഗരം ഇന്ന് എത്ര ഏകാന്തമായിരിക്കുന്നു. ജനതകളിൽ ഉന്നതയായിരുന്ന അവൾ ഇന്നിതാ വിധവയെ പോലെ കഴിയുന്നു. നഗരങ്ങളിൽ റാണിയായിരുന്ന അവൾ ഇന്ന് കപ്പം കൊടുത്ത് കഴിയുന്നു. അതുപോലെ തകർന്ന് അങ്ങേ അറ്റത്തേക്ക് എത്തിച്ചേർന്നു. ഒരിക്കൽ ആകാശത്തോളം ഉയർന്നു നിന്ന ജെറൂസലം ഇപ്പോൾ പാതാളത്തോളം താഴ്ന്നു കിടക്കുന്ന അവസ്ഥയാണ്. പല കുടുംബങ്ങളുടെയും പല വ്യക്തികളുടെയും ജീവിതത്തിൽ ഇങ്ങനെ ആയിത്തീർന്നതിനെ ഓർത്തുള്ള ഭാരമുണ്ട്. ഇങ്ങനെ ആയിത്തീർന്നതിനെ ഓർത്തുള്ള മനോവേദനയിലും നഷ്ടദുഃഖത്തിലിരുന്ന് കരയുന്ന ഒരുപാട് ജീവിതങ്ങൾ ഈ ഭൂമുഖത്തുണ്ട്. പ്രിയപ്പെട്ട മക്കളെ,
അങ്ങനെയുള്ള ഒരു അവസ്ഥയിലാണോ നീ? എന്താണ് ദൈവം ഈ നിമിഷങ്ങളിൽ ഇങ്ങനെയുള്ള അവസ്ഥയെക്കുറിച്ചുള്ള വെളിപ്പെടുത്തൽ നൽകുന്നത്? ദൈവം പറഞ്ഞെങ്ങനെയാണ്, അങ്ങനെയാണ് നിൻ്റെ അവസ്ഥയെങ്കിലും നിനക്ക് ഇനിയും ഒരു ഭാവിയുണ്ട്, നിനക്ക് ഇനിയും ഒരു ഉയർച്ചയുണ്ട്, നിനക്ക് ഇനിയും ഒരു ചരിത്രമുണ്ട്. ഈ അവസ്ഥയിലിരിക്കുന്നവർക്ക് വേണ്ടി ദൈവം വെളിപ്പെടുത്തിയുള്ള പ്രബോധനമാണ് വിലാപത്തിൻ്റെ പുസ്തകത്തിൽ 3-ാം അധ്യായത്തിൽ 22-ാം വാക്യം, 21, 22 വാക്യങ്ങൾ. ഒരു കാര്യം എനിക്കറിയാം, ഒരു കാര്യം ഞാൻ ഓർമ്മിക്കുന്നു, അത് എനിക്ക് പ്രത്യാശ തരുന്നു, അത് എനിക്ക് പ്രത്യാശ തരുന്നു. കർത്താവിൻ്റെ സ്നേഹം ഒരിക്കലും അവസാനിക്കുന്നില്ല, അവിടുത്തെ കാരുണ്യം ഒരിക്കലും അസ്തമിക്കുന്നില്ല. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജെറുസലം ഇതുപോലെ തകർന്ന് തരിപ്പണമായതിന് പിന്നിൽ ജെറുസലേമിൻ്റെ അഹങ്കാരവും ജെറുസലേമിൻ്റെ അകൃത്യങ്ങളുമാണ് എന്നത് ദൈവവചന പ്രകാരം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ജെറമിയ പ്രവാചന പുസ്തകത്തിൽ 6-ാം അധ്യായത്തിൽ 7-ാമത്തെ തിരുലിഖിതത്തിൽ ഇങ്ങനെയാണ് കാണുന്നത്. കിണറ്റിൽ പുതുവെള്ളം നിറയുന്നത് പോലെ ജെറുസലേമിൽ പുതിയ പുതിയ അകൃത്യങ്ങൾ നിറഞ്ഞു. വീണ്ടും ദൈവം ഇറങ്ങി വന്ന് ഒരുപാട് പ്രവാചകന്മാരിൽ അവൾക്ക് മുന്നറിയിപ്പ് കൊടുത്ത് ഒരുപാട് ദൈവദാസന്മാരിലൂടെ ആ പട്ടണത്തോട് ദൈവം സംസാരിച്ച്. ജെറമിയ പ്രവാചന പുസ്തകം 6-ാം അധ്യായം 8-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, ജെറൂസലം ജെറൂസലം, നീ എൻ്റെ താക്കീത് കേൾക്കുന്നില്ലെങ്കിൽ ഞാൻ നിന്നെ വിട്ടകന്നു പോകും, നീ ഒരു മരുഭൂമിയായി തീരും. ഇങ്ങനെ ദൈവം തൻ്റെ പ്രവാചകന്മാരിലൂടെ ജെറൂസലേമിന് ഒരു തവണയല്ല 100 തവണ മുന്നറിയിപ്പ് കൊടുത്ത്, 300 തവണ താക്കീത് കൊടുത്ത്, 100 തവണ വാണിംഗ് കൊടുത്ത്. എന്നിട്ടും അവൾ ഒരു തകർച്ച വരുമെന്ന് ചിന്തിക്കുകയോ തൻ്റെ നടപ്പ് നേർവഴിയാക്കണമെന്ന് വിചാരിക്കുകയോ ചെയ്തില്ല. അങ്ങനെ സ്വന്തം തോന്നിവാസത്തിലും അഹങ്കാരത്തിലും മുന്നോട്ട് പോയി തകർന്ന ഒരു പട്ടണമാണ് ജെറുസലേം. ആ തകർച്ചയാണ് വിലാപത്തിൻ്റെ ഗ്രന്ഥത്തിൽ കാണുന്നത്. അവിടെ എങ്ങനെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്? ഒരിക്കൽ തങ്കത്തിൻ്റെയും പൊന്നിൻ്റെയും വിലയുള്ളവർ കുശവൻ്റെ കരവേലയായ കളിമൺ പാത്രങ്ങൾ പോലെ ഗണിക്കപ്പെട്ട് കിടക്കുന്നു. അവളുടെ പ്രഭുക്കന്മാർ അവരുടെ മുഖം കരിക്കട്ടയേക്കാൾ കറുത്തു പോയിരിക്കുന്നു. തെരുവീതികളിൽ അവരെ തിരിച്ചറിയാൻ കഴിയുന്നില്ല. അവരുടെ തൊലി എല്ലിനോട് ഒട്ടിയിരിക്കുന്നു, അത് ഉണങ്ങിയ വിറക് പോലെ ആയിരിക്കുന്നു. വാളേറ്റ് മരിക്കുന്നവർ വിശപ്പ് കൊണ്ട് മരിക്കുന്നവരെക്കാൾ ഭാഗ്യവാന്മാരാണെന്ന് ചിന്തിക്കുന്ന കാലം. കരുണാമയികളായ സ്ത്രീകളുടെ കൈകൾ സ്വന്തം മക്കളെ വേവിച്ച് തിന്നുന്ന കാലം. അത്രയും തകർന്ന ജെറുസലേം, അത്രയും അങ്ങേയറ്റം കൈവിടപ്പെട്ട ജെറുസലേം, സ്വന്തം അകൃത്യത്തിൻ്റെ പരിണതഫലം. പക്ഷേ അവരെക്കുറിച്ചും ദൈവം പറയുന്ന വലിയൊരു വെളിപ്പെടുത്തൽ ഇങ്ങനെയാണ്, എൻ്റെ കാരുണ്യം അസ്തമിക്കുന്നില്ല, എൻ്റെ സ്നേഹം അവസാനിക്കുന്നില്ല. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഒരുപക്ഷെ ജീവിതത്തിൽ ഇതുപോലെ തകർന്ന ഒരവസ്ഥയായിരിക്കാം, ജീവിതം ഇതുപോലെ വേദനിക്കുന്ന ഒരു സാഹചര്യമായിരിക്കാം. എങ്കിലും ആ വേദനിക്കുന്ന സാഹചര്യത്തിൽ ഇനി ഒരു രക്ഷയില്ല എന്ന് ചിന്തിക്കുന്നൊരവസ്ഥയാണെങ്കിലും അവിടെ ദൈവത്തിൻ്റെ കാരുണ്യം അസ്തമിച്ചിട്ടില്ല, ദൈവത്തിൻ്റെ കരുണ അവസാനിച്ചിട്ടില്ല, ദൈവത്തിൻ്റെ സ്നേഹം വറ്റിപ്പോയിട്ടില്ല. ഇപ്പോഴും ഒരു ശുഭമായ ഭാവി നൽകാൻ, ഒരു വലിയ ഉയർച്ച നൽകാൻ, ഒരിക്കൽ കൂടെ നിന്റെ ചരിത്രത്തെ ഒന്ന് പടുത്തുയർത്താൻ ആഗ്രഹിക്കുന്ന ഒരു കർത്താവ് ബൈബിളിലുണ്ട്. ആ കർത്താവാണ് പടുത്തുയർത്തുന്ന കർത്താവ്. ആ കർത്താവിന് അനുഭവത്തിൽ വന്നപ്പോഴാണ് അപ്പോസ്തലൻ ഹെബ്രായ ലേഖനത്തിൽ പഠിപ്പിച്ചത്. 4-ാം അധ്യായം 16-ാം വാക്യം, അതിനാൽ വേണ്ട സമയത്ത് കരുണയും കൃപാവരവും ലഭിക്കുന്നതിനായി നമുക്ക് പ്രത്യാശയോടെ കൃപാവരത്തിന് സിംഹാസനത്തെ സമീപിക്കാം. ഒരുപക്ഷെ കഠിനമായ രോഗത്താൽ തകർന്നൊരു ശരീരമായിരിക്കും. ഒരിക്കൽ വലിയ സൗന്ദര്യവും ആരോഗ്യവും ഉണ്ടായിരുന്നു, എന്നാൽ എല്ലാം തകർന്നൊരവസ്ഥയായിരിക്കാം. എങ്കിലും നീ ഭയപ്പെടണ്ട, നീ തകരണ്ട. ഒരുപക്ഷെ ഒരു കാലത്ത് വലിയ ജോലി സ്ഥിതിയിലിരുന്നു, എന്നാൽ എല്ലാം നഷ്ടപ്പെട്ടൊരു അന്തരീക്ഷം ആയിരിക്കാം. മകനെ മകളെ, നീ തകരരുത്. നിന്നെ ഇനിയും പടുത്തുയർത്താൻ ദൈവത്തിന് കഴിയും. ഒരുപക്ഷെ നല്ല ബുദ്ധിശക്തിയും കഴിവും 1-ാം റാങ്കൊക്കെ വാങ്ങിയിരുന്നു, എന്നാൽ ഇന്നെല്ലാം നഷ്ടപ്പെട്ട് മദ്യപാനത്തിലും ചീട്ടുകളിലും അങ്ങേറ്റ അരാജകത്വത്തിലും നശിച്ചു കിടക്കുന്നൊരവസ്ഥയായിരിക്കാം. മകനെ മകളെ, നീ നിരാശപ്പെടരുത്. ഈ പടുകുഴിയിൽ നിന്ന് നിന്നെ ഉയർത്താൻ ദൈവത്തിന് കഴിയും. ഒരു നാൾ അച്ഛൻ്റെ അടുത്തൊരു സഹോദരി വന്നു. കഠിനമായ സോറിയാസിസ് രോഗബാധ നിമിത്തം മൂർച്ഛിച്ച അവൾ വളരെ വേദനയോടെ പല വൈദ്യന്മാരെ കാണിച്ചു. അവർ ശരീരത്തിൽ പുരട്ട മരുന്നും പലതവണ ദിവസവും 1 മണിക്കൂറും അരമണിക്കൂറൊക്കെ വെയിലത്ത് കടന്ന് അങ്ങനെയുള്ള പല ട്രീറ്റ്മെൻറ്റുകൾ കൊടുത്ത്, എന്നിട്ടും രോഗം മാറാതെ ശരീരം മുഴുവൻ വ്രണം വന്ന് സോറിയാസിസ് ബാധിച്ച് ഒരു കുഷ്ഠരോഗിയെ പോലെ ആയി തീർന്നവൾ, എല്ലാവരും പരിഹസിക്കപ്പെട്ടവൾ. അവൾ പക്ഷേ നിരാശപ്പെട്ടില്ല. അവൾ യേശു കർത്താവിനെ വിളിച്ച് അഭിഷേകാഗ്നി പ്രോഗ്രാം നടക്കുമ്പോൾ അഭിഷേകാഗ്നി പ്രോഗ്രാമിൽ യേശു ക്രിസ്തുവിൻ്റെ വചനത്തെ കേട്ട് അവൾക്ക് പ്രത്യാശയുണ്ടായി. അവൾ ഉറക്കെ യേശുവിനെ വിളിച്ച്
പ്രിയപ്പെട്ട ദൈവമക്കളെ, യേശു ക്രിസ്തു അവളുടെ ആ തകർന്ന അവസ്ഥയിൽ നിന്ന് ഒരിക്കൽ കൂടെ ഒരു പുതിയ ജീവിതം നൽകി ഉയർത്തി. ആ സഹോദരിയുടെ വാക്കുകളിൽ നിന്ന് തന്നെ നമുക്കത് ശ്രവിക്കാം. എൻ്റെ പേര് അന്നമ്മ തോമസ്. ഞാൻ കരുവാരൂരിൽ നിന്ന് വരുന്നു. ഞാൻ 1.5 വർഷമായിട്ട് സോറിയാസിസ് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എത്ര വർഷമായിട്ടാ? 1.5 വർഷം. 1.5 വർഷമായി സോറിയാസിസിന്റെ രോഗബാധ നിമിത്തം പേട അനുഭവിച്ചിരുന്ന സഹോദരിയാണ് അദ്ദേഹം. എന്നിട്ട് എങ്ങനെയാണ് സൗഖ്യം കിട്ടിയത്? ഞാനിവിടെ നിന്ന് അഭിഷേകനെ കണ്ട് പ്രാർത്ഥിച്ചു. സഗീവൻ ധ്യാന കേന്ദ്രത്തിൽ നിന്ന് എല്ലാ ഞായറാഴ്ചയും 8:30 തൊട്ട് 9 മണി വരെ ഷാലോം ചാനലിലൂടെ സംപ്രേഷണം ചെയ്യുന്ന അഭിഷേകാഗ്നി പ്രോഗ്രാമിൻ്റെ സമയത്ത് ഈ സഹോദരി കരഞ്ഞ് നിലവിളിച്ച് പ്രാർത്ഥിച്ചതിന് ഫലമായി എന്തെങ്കിലും നന്മയുണ്ടായോ? നന്മയുണ്ടായി, തീർത്തും മാറി. ആ രോഗം പൂർണ്ണമായി വിട്ടുപോയി. ആ 1.5 വർഷമായി പീഡിപ്പിച്ചിരുന്ന സോറിയാസിസ് രോഗം ഈ സഹോദരിയുടെ ശരീരത്തിൽ നിന്ന് പൂർണ്ണമായി വിട്ടുപോയി. ഈ രോഗത്തിന് വല്ല ചികിത്സ വല്ലതും ചെയ്തായിരുന്നോ? ചികിത്സ ചെയ്തു. എവിടെ പോയത്? നമ്മൾ തൃശ്ശൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് പോയി. തൃശ്ശൂർ ഒരു പ്രത്യേക ചികിത്സാ കേന്ദ്രത്തിൽ പോയി ഈ സഹോദരി സോറിയാസിസിന് വേണ്ടി ഒരുപാട് ചികിത്സിച്ചിട്ട് വല്ല കുറവുണ്ടായിരുന്നോ? കുറഞ്ഞു, എന്നാലും പിന്നെ കൂടി. പിന്നെ ശരീരം മൊത്തമായോ? മൊത്തമായി. ആദ്യത്തേക്കാളും കൂടുതലായി. പിന്നെ ചികിത്സിച്ചെങ്കിലും ശരീര രോഗം കുറയല്ല, രോഗം കൂടിക്കൊണ്ടിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അഭിഷേകാഗ്നി പ്രോഗ്രാമിൽ ദൈവവചനം കേട്ടത്. ദൈവവചനത്തോട് ചേർന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ആ പ്രാർത്ഥനയിൽ കർത്താവ് ഈ ഇപ്പൊ ശരീരത്തിൽ സോറിയാസിന് ഒന്നുമില്ല, ഒരു പാട് പോലും ഇല്ല. നേരത്തെ ശരീരം മൊത്തം ഉണ്ടായിരുന്നു. നേരത്തെ ശരീരം മൊത്തം. മറ്റുള്ളവർ ഇത് കാണുമ്പോൾ വല്ല പറയായിരുന്നോ? കുഷ്ഠരോഗി എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുമായിരുന്നു. കുഷ്ഠരോഗി മറ്റുള്ളവർ ഈ സഹോദരനെ കാണുമ്പോൾ കുഷ്ഠരോഗി എന്ന് പറഞ്ഞ കളി. അത്രയ്ക്ക് ശരീരം മൊത്തം ഈ രോഗം പടർന്നിരിക്കുകയായിരുന്നു. എന്നാൽ അഭിഷേകാഗ്നി പ്രോഗ്രാമിൻ്റെ സമയത്ത് വചനം കേട്ട് യേശുവിനെ ആരാധിച്ചപ്പോൾ യേശുവിൻ്റെ നാമത്തിൻ്റെ അത്ഭുത ശക്തിയാൽ ഒരു പാട് പോലും അവശേഷിക്കാത്ത വിധം ഈ ശരീരത്തിൽ നിന്ന് സോറിയാസിസ് രോഗം ഇറങ്ങിപ്പോയി. ഹല്ലേലൂയ. പ്രിയപ്പെട്ട മക്കളെ, നിങ്ങളുടെ ഭവനങ്ങളിലിരുന്ന് ടെലിവിഷനിലൂടെ അഭിഷേകാഗ്നി പ്രോഗ്രാം അല്ലെങ്കിൽ ഷാലോം ചാനലിലൂടെ സംപ്രേഷണം ചെയ്യുന്ന അഭിഷേകാഗ്നി പ്രോഗ്രാം ദൈവവചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് രോഗബാധകളും എല്ലാ തിന്മയുടെ ശക്തികളും വിട്ടൊഴിഞ്ഞ് പോകുന്ന അനുഭവം നിങ്ങളുടെ വീട്ടിൽ തന്നെ നിങ്ങൾക്ക് അനുഭവപ്പെടും. ഹല്ലേലൂയ. ഈ നിമിഷങ്ങളിൽ കരങ്ങൾ ഉയർത്തി എല്ലാവരും സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവായ യേശുവേ, ഇപ്പോൾ രോഗികളായിരിക്കുന്ന ദൈവമക്കളുണ്ടെങ്കിൽ അവരുടെ രോഗങ്ങളിലേക്ക് അവിടുന്ന് ഇറങ്ങി വരണമേ. ഇപ്പോൾ രോഗത്തോടെ ഭാരം അനുഭവിക്കുന്നുണ്ടെങ്കിൽ അവരുടെ രോഗബാധകൾ വിട്ടുപോകാൻ തക്കവണ്ണം അത്ഭുത സൗഖ്യം നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കഠിന രോഗബന്ധനത്തിൽ കിടക്കുന്നവരിലേക്ക് ഇപ്പോൾ അവിടുത്തെ ശക്തി വ്യാപരിക്കട്ടെ കർത്താവേ. ഇപ്പോൾ എല്ലാ രോഗികളും കർത്താവിനെ വിളിക്കുക. ശരീരത്തിൽ രോഗബാധയുള്ളവരെല്ലാവരും കർത്താവിനെ വിളിക്കുക. കിടക്കയിൽ രോഗികളായി കിടക്കുന്നവർ കിടക്കയിൽ കിടന്നു തന്നെ കർത്താവിനെ വിളിക്കുക. പ്രിയപ്പെട്ട മക്കളെ, യേശുവിൻ്റെ നാമത്തിൽ അത്ഭുത വിടുതലുണ്ട്. യേശുവിൻ്റെ നാമത്തിൽ അത്ഭുത സൗഖ്യമുണ്ട്. യേശുവിൻ്റെ ശക്തിയാൽ അത്ഭുതമായ രോഗവിടുതലുണ്ട്. ഇപ്പോൾ രോഗികളെല്ലാം കർത്താവിനെ വിളിക്കട്ടെ. കഠിന പീഡകൾ അനുഭവിക്കുന്നവർ കർത്താവിനെ വിളിക്കട്ടെ. മനോവ്യഥകളിലിരിക്കുന്നവർ, ചികിത്സിച്ചാൽ സൗഖ്യമില്ലാത്ത രോഗങ്ങളോടുകൂടെ മല്ലടിക്കുന്നവർ ഇപ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമം വിളിക്കുക. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഇതാ അത്ഭുത വിടുതലുണ്ട്. എല്ലാവരും വിളിക്കട്ടെ. യേശുവേ, 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 യേശുവേ. ഇപ്പോൾ സ്പർശിക്കണമേ കർത്താവേ. ഇപ്പോൾ തൊടണമേ കർത്താവേ. ഇപ്പോൾ സുഖപ്പെടുത്തണമേ കർത്താവേ. അങ്ങയുടെ നാമത്തിൽ രോഗത്തിൻ്റെ കെട്ടുകൾ അഴിയട്ടെ. അങ്ങയുടെ നാമത്തിൽ മാറാ രോഗങ്ങൾ വിട്ടുപോകട്ടെ. അങ്ങയുടെ നാമത്തിൽ തിന്മയുടെ കെട്ടുകൾ അഴിയട്ടെ. അങ്ങയുടെ നാമത്തിൽ ബന്ധനങ്ങൾ തകരട്ടെ. അങ്ങയുടെ നാമത്തിൽ കോട്ടകൾ തകരട്ടെ. അങ്ങയുടെ നാമത്തിൽ പൈശാചിക പീഡകൾ വിട്ടുപോകട്ടെ. രോഗികൾ സൗഖ്യം പ്രാപിക്കാൻ തടസ്സം വന്നു നിൽക്കുന്ന എല്ലാ അരൂപികളെയും യേശുവിന്റെ നാമത്തിൽ ശാസ്ത്രത്തിൽ ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു, വിട്ടുമാറിപ്പോകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇപ്പോൾ രോഗികളായി വേദന അനുഭവിക്കുന്ന ഓരോരുത്തരെയും യേശുവിന്റെ നാമത്തിൽ തൊട്ടനുഗ്രഹിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ സൗഖ്യം നിറയട്ടെ. യേശുവിന്റെ നാമത്തിൽ വിടുതലുണ്ടാകട്ടെ. യേശുവിന്റെ നാമത്തിൽ വിടുതലുണ്ടാകട്ടെ. രോഗപീഠകളെ നസ്രയനായ യേശുവിന്റെ നാമത്തിൽ നിങ്ങളോട് ഞാൻ കൽപ്പിക്കുന്നു. ദൈവമക്കളുടെ ശരീരങ്ങളെയും കുടുംബങ്ങളെയും വംശങ്ങളെയും വിട്ടൊഴിഞ്ഞു പോവുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. യേശുവേ ആരാധന, ആരാധന, ആരാധന. യേശുവേ സ്തോത്രം, സ്തോത്രം. യേശുവേ നന്ദി. യേശുവേ സ്തോത്രം. ഹല്ലേലൂയ. നമ്മുടെ സകല വേദനകളിലും തകർച്ചകളിലും നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയഭാരങ്ങളെ മനസ്സിലാക്കുന്നവനായ കർത്താവാണ് നമ്മുടെ രക്ഷകനായ യേശു ക്രിസ്തു. അല്പകാലത്തേക്ക് തകർച്ചകൾക്കും നിന്ദനത്തിനും പീഡനത്തിനും നമ്മളെ വിട്ടുകൊടുക്കുന്നെങ്കിലും വലിയ വാത്സല്യത്തോടെ അവിടുന്ന് വീണ്ടും നമ്മളെ പണിത് ഉയർത്തും. അവിടുത്തെ കാരുണ്യം ഒരിക്കലും അവസാനിക്കുന്നില്ല.
വേദനയുടെ നടുവിലിരിക്കുന്ന ഓരോ മകനും മകളും ഇപ്പോൾ കർത്താവിനെ ഏറ്റു പറയട്ടെ. എൻ്റെ യേശുവേ, അവിടുന്ന് എൻ്റെ തകർച്ചകളിൽ നിന്ന് എന്നെ ഉയർത്താൻ, എൻ്റെ പരാജയത്തിൽ നിന്ന് വിജയത്തിലേക്ക് കൊണ്ടുപോകാൻ അവിടുന്ന് എനിക്ക് മതിയായവനാണ്. കണ്ണടച്ച് രണ്ട് കരങ്ങളും തുറന്ന് പിടിച്ച് എല്ലാ ദൈവമക്കളും സഭയോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവേ എൻ ദൈവമേ, നീ എന്നും മതിയായവൻ. എല്ലാവരും ചേർന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവേ എൻ ദൈവമേ, നീ എന്നും മതിയായവൻ. ദുഃഖങ്ങളും സങ്കടങ്ങളും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവേ എൻ ദൈവമേ, നീ എന്നും മതിയായവൻ. രോഗഭാരങ്ങളിലേക്ക് യേശുവിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവേ എൻ ദൈവമേ, നീ എന്നും മതിയായവൻ. ഇപ്പോൾ ആയിരിക്കുന്ന തകർച്ചയുടെ ആഴങ്ങളിൽ നിന്ന് യേശുവിനെ ഉറക്കെ വിളിക്കുക. എൻ ദൈവമേ, നീ എന്നും മതിയായവൻ. രണ്ട് കരങ്ങളും ഈശോയുടെ പക്കലേക്ക് ഉയർത്തി. യേശുവേ യേശുവേ എൻ ദൈവമേ, എൻ്റെ യേശുവേ, നീ എന്നും മതിയായവൻ. കരങ്ങൾ ഉയർത്തി എല്ലാവരും സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. വേണ്ട സമയത്ത് കൃപയും കരുണയും ലഭിക്കുവാൻ കൃപാവരത്തിന്റെ സിംഹാസനത്തിൽ നമുക്ക് സമീപിക്കാം. കൃപാവരത്തിന്റെ സിംഹാസനത്തിൽ സമീപിക്കാം. യേശുവിനെ ഏറ്റു പറഞ്ഞ് ആരാധിക്കട്ടെ. യേശുവേ എൻ്റെ ദൈവമേ, നീ എനിക്കെന്നും മതിയായവനാണ്. എൻ്റെ തകർച്ചകൾ ഉയർപ്പിക്കാൻ അവിടുന്ന് മതിയായവനാണ് കർത്താവേ. എൻ്റെ യേശുവേ, എല്ലാവരും യേശുവിനെ വിളിക്കുക, യേശുവിനെ വിളിക്കുക, ഉറക്കെ വിളിച്ച് പ്രാർത്ഥിക്കുക. ദൈവമേ, നീ എന്നും മതിയായവൻ. എൻ്റെ പേര് സുനീഷ്, നെല്ലങ്കര ഇടവകയിൽ നിന്ന് വരുന്നു. ഞാൻ കഴിഞ്ഞ ദമ്പതി ധ്യാനത്തിന് ഇവിടെ കൂടി. ധ്യാനത്തിലിരിക്കുമ്പോൾ നല്ല അഭിഷേകം ഉണ്ടായിരുന്നു. എന്നാൽ എനിക്ക് രോഗം ഉണ്ടായിരുന്നു. കയ്യിൻ്റെ ഉള്ളം കൈയിലെല്ലാം നല്ല പഴുപ്പായിരുന്നു നിറയെ. അപ്പോൾ അതുകൊണ്ട് കുറച്ച് വർഷങ്ങളായിട്ടുള്ള ഒരു രോഗമായിരുന്നു ഇത്. അപ്പോൾ ധ്യാനം കഴിഞ്ഞ് അവസാന നിമിഷത്തിൽ സോജി അച്ഛൻ്റെ അടുത്ത് പോയി ഞാനും എൻ്റെ ഭാര്യയും കൂടി പറഞ്ഞു, അച്ഛൻ അങ്ങനെ ഒരു രോഗമുണ്ട്, ആയതുകൊണ്ട് ഞാൻ ഈ രോഗമൊക്കെ ഉള്ളത് കൊണ്ട് ആളുകളോടൊക്കെ എൻ്റെ കൈ കാണാതിരിക്കാൻ ബാക്കിലൊക്കെ കെട്ടിയിട്ടാണ് ഞാൻ ആളുകളോട് സംസാരിക്കുക എന്നുള്ള രീതിയിൽ പറഞ്ഞു. അപ്പോൾ അച്ഛൻ പറഞ്ഞു പേടിക്കണ്ട, ഞാൻ പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞ് എൻ്റെയും എൻ്റെ ഭാര്യയുടെ തലയിൽ കൈ വെച്ച് നന്നായി പ്രാർത്ഥിച്ചു. പ്രാർത്ഥിച്ചതിന് ശേഷം ധ്യാനം കഴിഞ്ഞ് ഞാൻ വീട്ടിലോട്ട് പോയി. 2 ദിവസം കഴിഞ്ഞ് ഞാൻ എൻ്റെ കൈയെല്ലാം നോക്കുമ്പോൾ ഒരു കൊച്ചുകുട്ടിയുടെ കൈ പോലെയായിരുന്നു എൻ്റെ കൈകളൊക്കെ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഈ രോഗം എത്ര നാളായിട്ടുള്ളതാ? 4-5 വർഷമായി. ഇത് കുറച്ച് കൂടിയിട്ട് ഒരു 5-10 വർഷമായിട്ട് തുടങ്ങി വെച്ചിട്ട്. 5-10 വർഷമായി തുടങ്ങിയതാണ്. 4-5 വർഷം നന്നായി കൂടിയിരിക്കുകയാണ്. നന്നായിട്ട് കൂടി. ഈ രോഗം വരുമ്പോൾ എന്താ അതിന് കയ്യിൽ വരുന്നത്? എന്താ പോളം വെള്ള പോള വരും. അത് പൊട്ടി കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ഉള്ളിൽ ചുവന്നിരിക്കും. അപ്പോൾ കൈ മൊത്തം അങ്ങനെ വരുമായിരുന്നു? കൈയിൻ്റെ ഉള്ളിൽ മുഴുവൻ ഉണ്ടാവും. അപ്പോൾ ശരിക്കും കൈ മൊത്തം ചൊറി വന്നു? ചൊറി വന്ന പോലെയാണ്. അപ്പോൾ അതുകൊണ്ടാണ് കൈ ഇങ്ങനെ പുറകോട്ട് വെച്ചിരിക്കും ആളുകളെ കാണുമ്പോൾ. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 4 വർഷത്തോളമായി 2 കൈകളുടെ ഉള്ളിൽ നിറയെ ഇങ്ങനെ പോളം പോലെ വന്ന് അത് പൊട്ടി കൈ മൊത്തം ചൊറി വന്നുള്ള അങ്ങനെ കൈ പഴുത്തിരുന്ന അവസ്ഥ. അത് എത്ര ചികിത്സ വല്ലതും നടത്തിയായിരുന്നോ? ഒത്തിരി ചികിത്സ നടത്തി, പല ചികിത്സകൾ നടത്തി. പക്ഷേ അത് വ്യത്യാസമില്ലാതിരിക്കുമ്പോഴാണ് സഖിയോൻ ധ്യാന കേന്ദ്രത്തിൽ വന്ന് ധ്യാനം കൂടുന്നത്. അപ്പോൾ സോജി ഓലിക്കലച്ചൻ്റെ അടുത്ത് നിന്ന് കാര്യം പറഞ്ഞു. അച്ഛൻ പ്രാർത്ഥിച്ചു. ധ്യാനം കഴിഞ്ഞ് തിരിച്ചു ചെന്ന് 2-3 ദിവസങ്ങൾ കഴിഞ്ഞ് നോക്കുമ്പോൾ കൈ രണ്ടും സാധാരണ പോലെ നല്ല കൈയായി സൗഖ്യപ്പെട്ടിരിക്കുന്നതായി കണ്ടു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കരങ്ങളടിച്ച് നമുക്ക് കർത്താവിനെ മഹത്വപ്പെടുത്താം.